കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ഐറ്റമായ ഇലയുടെയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനാവശ്യമായ സാധനങ്ങൾ കുറച്ച് ഗോതമ്പ് പൊടി, നെയ്യ്, ആവശ്യത്തിന് ഉപ്പ്, ഏലക്കാപ്പൊടി. ഇപ്പം നമുക്ക് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കുക. ഒരുപാട് വെള്ളം ചേർത്ത് കുഴഞ്ഞു പോകരുത്. അതിനുശേഷം തേങ്ങയും ജീരകപ്പൊടി ആവശ്യമാണെങ്കിൽ, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ ജീരകപ്പൊടിയും ചേർക്കാം. ജാഗരി പൗഡർ, ഏലക്ക എന്നിവ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒരു നുള്ളുപ്പും കൂടി ഇടാൻ മറക്കരുത്. ശേഷം നമുക്കൊരു ഇല എടുത്ത് അതിൽ കുറച്ച് നെയ്യൊക്കെ തടവിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഗോതമ്പ് പൊടിയുടെ ആ ബാറ്റർ ഉണ്ടല്ലോ, അതെടുത്ത് നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതുപോലെ വെള്ളം കുറച്ച് എടുത്ത് വെക്കാൻ ശ്രമിക്കണം. കാരണം നമുക്ക് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് കൈ ഒന്ന് നനച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ചെറിയ ഉരുളകളാക്കിയതിന് ശേഷം നമ്മൾ ഈ ഇലയിൽ വെച്ചിട്ട് പരത്തിയെടുക്കണം. തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാൻ ശ്രമിക്കണം. എന്നാലേ നമുക്ക് ആ ഒരു കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഒരുപാട് കട്ടി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ അത്ര ഒരു സുഖം കിട്ടില്ല. നല്ല ഒരു ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കണമെങ്കിൽ ഇതുപോലെ തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാൻ ശ്രമിക്കണം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ ബാറ്റർ ഉണ്ടല്ലോ, അതിൽ ചേർത്ത് വെച്ചിരിക്കുന്ന ജാഗരി പൗഡർ, ഒരു നുള്ളുപ്പ്, ജീരകപ്പൊടി വേണമെങ്കിൽ നമുക്ക്, കുട്ടികൾക്കൊക്കെ എല്ലാവരും കഴിക്കുമെന്ന് തോന്നുന്നില്ല. ഇവിടെ മക്കളൊന്നും ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ ജീരകപ്പൊടി അധികം ചേർക്കാറില്ല. ഏലക്കാപ്പൊടിയാണ് കൂടുതൽ അവർക്ക് ഇഷ്ടം. ഏലക്കാപ്പൊടിയും എല്ലാം ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ ഫോൾഡ് ചെയ്ത് ഒരു ഇഡ്ഡലിക്കുട്ടകത്തിനകത്ത് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാൻ ശ്രമിക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണിത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റമാണ്. തീർച്ചയായിട്ടും ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് യൂസ് ചെയ്യാം, ഈവനിങ് സ്നാക്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതുപോലെ എല്ലാം ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ലപോലെ വെന്ത് നമുക്ക് കഴിക്കാൻ പാകത്തിന് റെഡി ആയിട്ടുണ്ടാവും. ഇങ്ങനെ ഇലയൊക്കെ വിട്ടിങ്ങനെ വന്നിരിക്കുകയാണ്. ഇത് പാകമായിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ഫുഡ് ഐറ്റം, നല്ലൊരു സ്മെല്ലാണ്. നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കണം. ഇപ്പോൾ ജാഗരി പൗഡറൊക്കെ നമുക്ക് പാക്കറ്റിൽ മേടിക്കാൻ ഇങ്ങനെ പൗഡർ ഫോമിൽ കിട്ടുന്നത് കൊണ്ട് കുറച്ച് എളുപ്പമായിരിക്കും ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട്. വലിയ പാടൊന്നുമില്ല.